ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഉച്ചയൂണിൻ്റെ ഒരുക്കങ്ങളാണ് വീഡിയോയിലൂടെ കാണുന്നത്. രാവിലെ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഞാൻ എഴുന്നേറ്റത്. തലേ ദിവസം തന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ പുറത്തുനിന്നായിരുന്നേ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ച് പതിയെ അരിയൊക്കെ അടുപ്പയിലിട്ടു. അതിനുശേഷം മീൻ്റെ പരിപാടിക്കായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ചെങ്കലവായിരുന്നേ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മീനിൻ്റെ വാലറ്റ എപ്പോഴും വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല സുഖമായിരിക്കും, മുള്ളൊക്കെ പറക്കിക്കളയാൻ. ബാക്കിയുള്ള ഭാഗം വെച്ച് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞ സവാള ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം ആവശ്യത്തിനുള്ള പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചിങ്ങനെ എടുക്കും. ഇതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. ശേഷം ആവശ്യത്തിന് വെള്ളം, ഉപ്പും പുളിയുമൊക്കെ ചേർത്ത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ മീൻ കറി ഒന്ന് വേവാകുന്ന സമയത്തിന് നമുക്ക് മീൻ വറക്കാം. അപ്പം നേരത്തെ തന്നെ അരപ്പ് കൂട്ടി വെച്ചിരുന്ന മീനെടുത്ത് നമ്മൾ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കറിയേക്കാൾ എല്ലാവർക്കും ഇഷ്ടം മീൻ വറുത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ മീൻ വറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ചേർത്താൽ മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം മീൻ വറുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പയറുതോരനായിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കടായിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പയറുമൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുക. ശേഷം വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകവും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വേവിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോര് കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മോരിന് സാധാരണ തേങ്ങ അരയ്ക്കാറില്ല, എങ്കിൽ പോലും ഇത് നല്ല കുറുകിയ മോരായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ചോറൊന്ന് വിളമ്പിയെടുക്കാം. ആദ്യം പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയതിന് ശേഷം അതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴിവുണ്ടാക്കി നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയും മോരും മീൻ വറുത്തതും എല്ലാം കൂടെ പയറുതോരനും എല്ലാം വിളമ്പിയെടുക്കുന്നുണ്ട്. ആദ്യം പാത്രത്തിലേക്ക് ഒരു മീൻ കഷ്ണവും 2 തവി മീൻ കറിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മീൻ വറുത്തതും തോരനും നല്ല കുറുകിയ മോരോടൊക്കെ ചേർത്ത് ഈ ചോറ് കഴിച്ചു നോക്കാം. എനിക്കിത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറിലേക്ക് ഈ മീൻ വറുത്തതും കറി വെച്ച മീനും തോരനും മോരും ഒക്കെ ചേർത്ത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.